ആർക്കും ഡൗട്ട് ഒന്നുമില്ലേ? So can we start? Yes, sir. So ഇന്നത്തെ ക്വസ്റ്റ്യനകത്ത് നമ്മളൊരു ടി ബീമിന്റെ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടി ബീമിന്റെ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ അതിനകത്ത് ബോട്ടത്തില് 2 ലെയർ ഓഫ് ബാർസ് ഉണ്ട്. അപ്പം അതിനകത്ത് ആ സ്പേസിംഗ് ഒക്കെ എങ്ങനെ എടുക്കണമെന്നാണ് ഈ നോട്ടിൽ പറയുന്നത്. When there are 2 or more rows of bar, the bar shall be vertically in line and the minimum vertical distance between the bars shall be 15 mm. The minimum vertical distance between the bars shall be 15 mm. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ടി ബീം ആണ്. ആ ടി ബീമിന്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ അബൌട്ട് എ. സോ സെക്ഷൻ അബൌട്ട് എയിൽ ബോട്ടം സർഫസ് നോക്കി നിങ്ങൾക്ക് കാണാം, അവിടെ 2 ലെയർ ഓഫ് ബാർസ് ഉണ്ട്. അപ്പോൾ ഈ 2 ലെയർ ഓഫ് ബാർസിന്റെ ബോട്ടത്തിൽ 2 ലെയർ ഓഫ് ബാർസ് ഉണ്ട്. ആ 2 ലെയർ ഓഫ് ബാറിന്റെ ഡിസ്റ്റൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല എങ്കിൽ അത് 15 mm ആയിട്ട് അസ്യൂം ചെയ്യാം. സോ ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a room 600 centimeter long and 500 centimeter wide has a flat roof. It is provided with a T-beam at center. Cross section below the slab is 30 by 50 centimeter and the slab is 15 centimeter thick. Estimate the quantity of iron bars required for reinforcement in T-beam. Given data, main bar 8 numbers 25 mm dia in 2 rows of 4 each. Bottom bars are straight and top bars are bent up bars. Stirrups 10 mm dia at 15 centimeter center to center spacing. Anchor bar 2 numbers of 16 mm dia. Assume a clear cover of 25 mm all over and the bars are bent at 45 degree. So ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. So ആ ക്വസ്റ്റ്യൻ ഫിഗർ ഞാൻ ഒന്നും കൂടി പറയാം. A room 600 meter long and 600 centimeter long and 500 centimeter wide. Flat roof ആണ്. അതിനകത്തൊരു ടി ബീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അറ്റ് സെന്റർ. ക്രോസ് സെക്ഷൻ ബിലോ ദ സ്ലാബ് ഈസ് 30 by 50 centimeters. സോ ഇതാണ് നമ്മുടെ സ്ലാബിന്റെ പ്ലാൻ. അപ്പോൾ 600 by 500 centimeter ആണ് സ്ലാബ് ഉള്ളത്. ആ സ്ലാബിനകത്ത് ഈ ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ബീം. സോ ഇതാണ് ബീം. ഈ ബീമിന്റെ ക്രോസ് സെക്ഷൻ, ആ ബീമിനകത്ത് ഒരു സെക്ഷൻ കട്ട് ചെയ്തു എ. അതിന്റെ എൻലാർജ്ഡ് പോർഷൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് പറയുന്നുണ്ട് സ്ലാബിന്റെ തിക്നെസ് 15 centimeter. സ്ലാബ് തിക്നെസ് 15 centimeter. സ്ലാബിന്റെ ബിലോയിലുള്ള ബീമിന്റെ ഡയമെൻഷൻ ആണ് 50 by 30. 50 centimeter by 30 centimeter. ഇനി സ്ലാബില് ഏറ്റവും ബോട്ടത്തില് 2 ലെയർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അതാണ്ടേ 2 ലെയർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അതിനകത്ത് ഏറ്റവും ബോട്ടത്തിലുള്ളത് മെയിൻ ബാർ ആണ്, സ്ട്രെയിറ്റ് ബാർസ് ആണ്.
ഏറ്റവും ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്ന 4 ബാറുകൾ സ്ട്രെയിറ്റ് ബാർസ് ആണ്, 25 mm ഡയ. ഇനി അതിന്റെ മുകളിൽ കാണുന്ന 4 ബാർസ് അത് ക്രാങ്ക്ഡ് ബാർസ് ആണ്. ക്രാങ്ക്ഡ് എന്ന് വെച്ചാൽ ബെൻഡ് അപ്പ് ബാർസ് ആണ്. അത് 4 നമ്പേഴ്സ് ഉണ്ട്, 25 mm ഡയ ആണ്. ഇനി ഇവിടെ ഇതിനെ കണക്ട് ചെയ്തൊരു സ്റ്റിറപ്സ് ഉണ്ട്. സ്റ്റിറപ്സിന്റെ ഡയമെൻഷൻ കൊടുത്തേക്കുന്നത് 10 mm ഡയ സ്റ്റിറപ്സ് at 15 centimeter center to center spacing. ഇനി ഇതിന്റെ മുകളിൽ 2 ആങ്കർ ബാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആങ്കർ ബാർ 2 നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, 16 mm ഡയ. അപ്പൊ ഇത്രയും ഡേറ്റാസ് ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ടി ബീമിലുള്ള ബാർസിന്റെ ക്വാണ്ടിറ്റി ആണ്. സ്ലാബ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് സ്ലാബ്. സ്ലാബിനെ പറ്റിയിട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നില്ല. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ടി ബീം. ഈ ടി ബീമിന്റെ ക്വാണ്ടിറ്റീസ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയി. ക്വസ്റ്റ്യൻ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? സ്ലാബിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടി ബീമിന്റെ ക്വാണ്ടിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ഏതൊക്കെയുണ്ടോ ഞാൻ ഒന്നും കൂടി പറയാം. ഏറ്റവും ബോട്ടത്തിൽ 4 ബാർസ് ഉണ്ട്. മെയിൻ ബാർ സ്ട്രെയിറ്റ് 25 mm ഡയ 4 നമ്പേഴ്സ്. അതിന്റെ തൊട്ട് മുകളിൽ ക്രാങ്ക്ഡ് ബാർസ് ഉണ്ട്, 25 mm ഡയ 4 നമ്പേഴ്സ്. പിന്നെ ഏറ്റവും മുകളിൽ ആങ്കർ ബാർസ് ഉണ്ട്. ആങ്കർ ബാർ 16 mm ഡയ 2 നമ്പേഴ്സ്. പിന്നെ നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് ഒരു സ്റ്റിറപ്സ് ഉണ്ട്. സ്റ്റിറപ്സിന്റെ ഡയമെൻഷൻ 10 mm 15 centimeter സെന്റർ ടു സെന്റർ സ്പേസിങ്. അപ്പൊ നമുക്ക് എത്ര ടൈപ്പ് ബാറുകളുണ്ട്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ബാർസ്, ബാർമാർക്ക് എത്ര എണ്ണം കൊടുക്കണമെന്ന് പറയാമോ? നമ്മുടെ ടാബുലർ കോളത്തിൽ ഫസ്റ്റ് കോളം എന്ന് വെച്ചാൽ ബാർമാർക്ക് ആയിരുന്നു. അപ്പൊ എത്ര എണ്ണം ഉണ്ട് ബാർമാർക്ക് എന്ന് പറയാനായിട്ട്? 4 നമ്പേഴ്സ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സ്ട്രെയിറ്റ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഏറ്റവും ബോട്ടത്തിലുള്ള സ്ട്രെയിറ്റ് ബാർസ്. മെയിൻ ബാർ സ്ട്രെയിറ്റ് 25 mm ഡയ 4 നമ്പേഴ്സ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അതിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ലെങ്ത്. അപ്പോൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ക്ലിയർ കവർ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ക്ലിയർ കവറിനെ പറ്റി, ക്ലിയർ കവർ കൊടുത്തിട്ടില്ല എങ്കിൽ എത്ര അസ്യൂം ചെയ്യാൻ ഞാൻ പറഞ്ഞു? ഇല്ല സർ, കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യനിൽ ക്ലിയർ കവർ കൊടുത്തിട്ടുണ്ടായിരുന്നോ? അസ്യൂം ക്ലിയർ കവർ നോക്കട്ടെ. Assume a clear cover of 25 mm all over and the bars are bent at 45 degree. അപ്പോൾ ക്ലിയർ കവർ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 25 mm. പിന്നെ ഈ ആങ്കർ ബാർ ബെൻഡ് ചെയ്തേക്കുന്ന ആംഗിളും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 45 degrees. സോ നമുക്ക് ആദ്യമേ മെയിൻ ബാറിന്റെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാം. 16 mm ബാർസ്, 25 mm സ്ട്രെയിറ്റ് ബാർസ്. അപ്പോൾ അതിന്റെ ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? 25 mm സ്ട്രെയിറ്റ് ബാർസ്, അതിന്റെ ലെങ്ത് റൂമിന്റെ ഡയമെൻഷൻ ക്ലിയർ കവർ റൂമിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും? ഏത് ഡയമെൻഷൻ? 600 ആണോ എടുക്കേണ്ടത്, 500 ആണോ എടുക്കേണ്ടത്? 500. അപ്പോ 500 ആണ് എടുക്കുന്നത്. അപ്പോ നമുക്ക് എന്തെടുക്കാം? മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. 5 മൈനസ് നമുക്ക് രണ്ട് സൈഡിൽ എന്തുണ്ട്? ഇങ്ങനെയാണ് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് വരുന്നത്. രണ്ട് സൈഡിലും 2 സർക്കുലർ ഹൂക്ക് ഉണ്ട്. അപ്പോ ആ റീഇൻഫോഴ്സ്മെന്റ് എൻ ഡി എന്നുള്ള ഗ്യാപ്പ് ആണ് ക്ലിയർ കവർ. അപ്പോൾ 2 നമ്പർ ഓഫ് ക്ലിയർ കവർ. ക്ലിയർ കവർ എത്രയാ പറഞ്ഞേ? 25 mm. 25 mm എന്ന് പറയുമ്പോൾ 2.5 സെന്റിമീറ്റർ. 5 × 2 × 2.5 ചെയ്യുമ്പോൾ ക്ലിയർ കവർ കിട്ടി. ഇനി എന്തും കൂടെ ആഡ് ചെയ്യണം. 2 നമ്പേഴ്സ് ഓഫ് ഹുക്സ് ഉണ്ട്. അപ്പൊ 2 × 9 × എന്താ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 2 × 9 × എന്തായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 2 × 9 × ഡയമീറ്റർ ഓഫ് ബാർ. ഡയമീറ്റർ ഓഫ് ബാർ എത്രയാ?
diameter of bar 25 mm. അപ്പോൾ 25 mm നെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. എത്ര വരും? 25 into 10 raised to minus 3 is equal to, ആൻസർ എത്ര വരും എന്ന് പറഞ്ഞേ? 2.75 ആണ് സർ. 2.75 അല്ലല്ലോ, ഇത് 5 meters അല്ലേ? അപ്പോ ഇവിടെ എന്താ കൊടുക്കണ്ടേ? 2 into 2.5 into സാർ മറ്റേ ക്ലിയർ കവറിന്റെ അവിടെ മീറ്റേഴ്സിൽ കൊടുക്കുന്ന യൂണിറ്റ് കൊടുത്തത് മാറിപ്പോയി. അപ്പൊ 2 into 2.5, 2.5 എന്ന് പറയുന്നത് സെന്റിമീറ്ററിലായിരുന്നു കൊടുത്തത്. അപ്പോ 2 into 4.997 വരും. ഇല്ലല്ലോ, ഒന്നുകൂടി ചെക്ക് ചെയ്തേ. 2 into 25 into 10 raised to minus 3. 5.4 ആണ്. 5.4. യൂണിറ്റ് കൺവേർഷൻ നോക്കിക്കോണം കേട്ടോ. ഇവിടെ ഞാൻ എഴുതിയത് സെന്റിമീറ്ററിലാണ് എഴുതിയത്, ബാക്കിയുള്ള യൂണിറ്റും മീറ്ററിലും എഴുതി. സോ എത്ര കിട്ടി? 5.4 meters. ഇനി ടോട്ടൽ ലെങ്ത് കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് ബാർ ഉണ്ട്? ഇപ്പൊ ഒരു ബാറിന്റെ ലെങ്ത് നമുക്ക് 5.4 കിട്ടി. എത്ര നമ്പർ ഓഫ് ബാർസ് ഉണ്ട് ടോട്ടൽ? 4 ബാർസ് ഉണ്ട്. അപ്പൊ 5.4 into 4 എത്ര വരും? 5.4 into 4 21.78. 21.7 സാറേ 5.4 മാത്രം, ഒരു 1 ഡിജിറ്റ് മാത്രം എടുത്താൽ മതി. ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് എടുത്തോ. അപ്പം ഒരു ചെറിയ 21.76 വരും സാർ. 21.76 76. ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. നിങ്ങൾ ഈ റൗണ്ട് ചെയ്യുന്ന അനുസരിച്ച് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. അപ്പോ 21.76, ചിലപ്പോൾ 21.16 എന്നൊക്കെ ആയിരിക്കും ചിലർക്ക് കിട്ടുക. അതൊന്നും കുഴപ്പമില്ല. റൗണ്ട് ചെയ്യുന്നതിന്റെ വേരിയേഷൻസ് ആണ് വരുന്നത്, അത് കുഴപ്പമില്ല. അപ്പോ ടോട്ടൽ ലെങ്ത് കിട്ടി. ഇനി അടുത്ത് എന്തായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ 1 മീറ്റർ ലെങ്തിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നേ? d square by 162. d square divided by 162. അപ്പോ d square, d യുടെ വാല്യൂ എത്ര ആയിരുന്നു? 25 square divided by 162 എത്ര വരും? 25 square divided by 162 3.86. 3.8. എനിക്ക് എത്ര കിട്ടുന്ന വെച്ചാൽ ആ വാല്യൂ എഴുതുക. 3.858 3.86 എത്ര കിട്ടുന്ന വെച്ചാൽ ആ വാല്യൂ എഴുതുക. ഇനി ടോട്ടൽ വെയിറ്റ് കിട്ടാൻ എന്ത് ചെയ്യും? ടോട്ടൽ ലെങ്ത് into weight. ടോട്ടൽ ലെങ്ത് എത്ര? 21.76 into 3.858 എത്ര വരും ആൻസർ? 83.99. 83.99 എന്നാണ് എല്ലാവരും കിട്ടിയത്. 83.33 ചിലർക്ക് 83.33 അല്ലെങ്കിൽ 83.37. ഓക്കെ, 83.33 അല്ലെങ്കിൽ 83.37. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിന് ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാകും, അതൊന്നും കാര്യമാക്കണ്ട. റൗണ്ട് ഓഫ് ചെയ്യുന്നതിന്റെ വ്യത്യാസമാണ്. നിങ്ങൾ ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസ് എടുക്കുക എപ്പോഴും. നമ്മൾ എസ്റ്റിമേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഡെസിമൽസ് കഴിഞ്ഞ് 2 പ്ലേസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നെക്സ്റ്റ് 25 mm ബാറിന്റെ മുകളിൽ കാണുന്ന ഏത് ടൈപ്പ് ബാറാ? സ്ട്രെയിറ്റ് ബാറിന്റെ മുകളിൽ എന്ത് ടൈപ്പ് ബാർ ഉണ്ട്? ക്രാങ്ക്ഡ് ബാർസ് ഉണ്ട്.
ക്രാങ്ക്ഡ് ബാർ എത്ര എണ്ണം ഉണ്ടെന്ന് ഈ ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത്? 4 നമ്പർ ഓഫ് ബാർസ്. നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ ഓർക്കുന്നുണ്ടോ? അവിടെ എങ്ങനെയാ ക്രാങ്ക്ഡ് ബാർസും സ്ട്രെയിറ്റ് ബാർസും ഒക്കെ കൊടുത്തിരുന്നത്? ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ബാർസിൽ നിന്ന് ഒരെണ്ണം കുറച്ചാൽ മതി ക്രാങ്ക്ഡ് ബാർ കിട്ടാനായിട്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഓൾട്ടർനേറ്റ് ആയിട്ടൊന്നുമല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സ്ട്രെയിറ്റ് ബാർസിന്റെ മുകളിലാണ് ക്രാങ്ക്ഡ് ബാർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കണക്ക് തന്നെ ക്രാങ്ക്ഡ് ബാർസിന്റെ നമ്പേഴ്സും ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ട്. ക്രാങ്ക്ഡ് ബാറിന്റെ നമ്പർ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 4 നമ്പേഴ്സ് ഓഫ് ക്രാങ്ക്ഡ് ബാർ എന്ന് കൊടുത്തിട്ടുമുണ്ട്. ഇനി ക്രാങ്ക്ഡ് ബാറിന്റെ ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ആംഗിൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ആംഗിൾ എത്ര ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്? 45 ഡിഗ്രി ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ക്രാങ്ക്ഡ് ബാറിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? പറഞ്ഞു, നമ്മൾ ഇന്നലെ ചെയ്തതാണല്ലോ. സ്ട്രെയിറ്റ് ബാർസിന്റെ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത്? 5.44 എന്നാണ് എല്ലാവരും കിട്ടിയത്. 5.4 എന്ന് എടുക്കുവാണോ? പ്ലസ് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ എടുക്കണ്ടേ? 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണെങ്കിൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ 0.42d. 2 ഉണ്ടോ? 2 ടൈംസ് 0.42d. സ്മോൾ ഡി ആണ്. സ്മോൾ ഡി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡയമീറ്റർ ആണോ ഡെപ്ത് ആണോ? ഡെപ്ത് ആണ്. സ്മോൾ ഡി എന്ന് വെച്ചാൽ ഡെപ്ത് ആണ്. ഇനി ഡെപ്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാമോ ആർക്കെങ്കിലും? ഡെപ്ത് ആൻസേഴ്സ് ഒന്ന് ഡെപ്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ നോക്കിക്കേ. എന്താണ് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നതാണ് ഡെപ്ത്. അത് എത്ര വരുമെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ സ്മോൾ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഫിഗറിൽ. എത്ര വരുമെന്ന് പറഞ്ഞേ. ഡെപ്തിന്റെ വാല്യൂ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുമോ നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്തോ, ആൻസർ പറഞ്ഞു നോക്കിക്കോ. ബാക്കി ആൻസേഴ്സ് ഏതൊക്കെയാ പറഞ്ഞേ? $50 plus 15 minus 2.5 minus 2.5. ശ്രുതിയുടെ ആൻസർ ഒക്കെ അടുത്ത് വന്നിട്ടുണ്ട്. അക്ഷയ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. 40 ആണോ വരുന്നതെന്ന്. എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ ഡെപ്ത് കിട്ടണമെന്നില്ല. ഒരു ചെറിയ വേരിയേഷൻ ഒക്കെ വരാം ചിലപ്പോൾ. ഞാനത് പറഞ്ഞുതരാം. അപ്പോ നമുക്കുള്ള ടോട്ടൽ ഡെപ്ത് എത്ര വരും? ടോട്ടൽ ഡെപ്ത് 60. ഈ 65 ടോട്ടൽ, അതായത് ഈ ബേസിൽ നിന്ന് സ്ലാബിന്റെ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ്, അത് നമുക്ക് വരുന്നത് 65 ആണ്. 65. ഞാൻ 65 എന്ത് ചെയ്യണം? മുകളിലത്തെയും താഴത്തെയും ക്ലിയർ കവർ സബ്സ്ട്രാക്ട് ചെയ്യണം. മുകളിലത്തെയും താഴത്തെയും ക്ലിയർ കവർ. മുകളിലത്തെയും താഴത്തെയും ക്ലിയർ കവർ എന്ന് പറയുമ്പോൾ എത്ര സെന്റിമീറ്റേഴ്സ് വരും? 2.5 സെന്റിമീറ്റേഴ്സ്. 2.5 മൈനസ് 2.5. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്കൊരു റീഇൻഫോഴ്സ്മെന്റ് ഇല്ലേ? ഏറ്റവും ബോട്ടത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ഇല്ലേ? ആ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയമീറ്റർ സബ്സ്ട്രാക്ട് ചെയ്യണം.
ഇതാണ്ട് ഈ കാണുന്ന ബോട്ടത്തിലെ റീഇൻഫോഴ്സ്മെന്റ് ഡയമീറ്റർ 25 mm ആണ്. അപ്പൊ ആ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയമീറ്റർ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 2 വീണ്ടും -2.5 വന്നു. ഇനി നമുക്കറിയാം ഈ രണ്ട് റീഇൻഫോഴ്സ്മെന്റുകളുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ? 15 mm ആണെന്ന് നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല എങ്കിൽ അത് 15 mm ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ -1.5. ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടോട്ടൽ ആണ് 65 ടോട്ടൽ ഡെപ്ത്, അതായത് ടി ബീമിന്റെ ടോട്ടൽ ഡെപ്ത് 65. ഇനി അവിടെ നിന്ന് മുകളിലത്തെ ക്ലിയർ കവറും താഴത്തെ ക്ലിയർ കവറും സബ്സ്ട്രാക്ട് ചെയ്തു, അതാണ് -2.5 -2.5 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഏറ്റവും താഴെയുള്ള ക്രാങ്ക് ബാറിന്റെ ഡയമീറ്റർ സബ്സ്ട്രാക്ട് ചെയ്തു, അതാണ് -2.5. ഈ രണ്ട് ബാസിന്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് അത് -1.5 ആണ്. ക്വസ്റ്റിന് തരാത്തോണ്ട് 1.5 അസ്യൂം ചെയ്തു, അപ്പൊ -1.5. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ ആങ്കർ ബാറിന്റെ ഡയമീറ്ററും കൂടെ ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്യും, -1. ആങ്കർ ബാറിന്റെ ഒരു സൈഡിലെ ഡയമീറ്ററും കൂടി സബ്സ്ട്രാക്ട് ചെയ്യും, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഡെപ്ത് കിട്ടുള്ളൂ, ക്രാങ്ക് ബാറിന്റെ ഡെപ്ത് കിട്ടുള്ളൂ. ഒരു സൈഡ് മാത്രം സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ ആങ്കർ ബാറിന്റെ ഡയമീറ്റർ 10 mm ഡയ ആണ്, 1 cm. അപ്പൊ എല്ലാം സെന്റിമീറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ നോക്കിക്കേ. ആങ്കർ ബാറിന്റെ ഡയമീറ്റർ 16 mm. ആങ്കർ അല്ല, സ്റ്റിറപ്സിന്റെ ഡയമീറ്റർ. സ്റ്റിറപ്സ് എന്നാ ഉദ്ദേശിച്ചത്, മാറിപ്പോയതാ പറഞ്ഞത്. സ്റ്റിറപ്സിന്റെ ഡയമീറ്റർ. നമുക്ക് ഈ സ്റ്റിറപ്സ് ഉണ്ടല്ലോ, മുകളിലും താഴെയും സ്റ്റിറപ്സ് ഉണ്ടല്ലോ. സ്റ്റിറപ്സിന്റെ ഒരു സൈഡിലെ ഡയമീറ്ററും കൂടി സബ്സ്ട്രാക്ട് ചെയ്തു, -1. അപ്പോഴാണ് നമുക്ക് ഈ കറക്റ്റ് ഡെപ്ത് കിട്ടുള്ളൂ, സ്മോൾ ഡി വാല്യൂ കിട്ടുള്ളൂ. 55. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടോ? ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് ഒന്നും കൂടി. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? സോ നോക്കിക്കേ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെപ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സ്മോൾ ഡി വാല്യൂ. സോ നമുക്ക് ക്ലിയർ കവർ ഒക്കെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 25 mm. അതേ കണക്ക് ഇതും 25 mm. പിന്നെ ഈ രണ്ട് ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 15 mm ആയിട്ട് അസ്യൂം ചെയ്യാം. 15 mm ആയിട്ട് അസ്യൂം ചെയ്യാം. പിന്നെ വേറൊരു സാധനവും കൂടി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്റ്റിറപ്സും കൂടെ ഉണ്ട്. ആ സ്റ്റിറപ്സിന്റെ ഡയമീറ്റർ 10 ആണ്. ഈ ടോട്ടൽ ഡെപ്ത് നമുക്കറിയായിരുന്നു 65. ടോട്ടൽ ഡെപ്ത് 65. അപ്പൊ ഈ സ്മോൾ ഡി വാല്യൂ കിട്ടാൻ എന്ത് ചെയ്തേ? ഔട്ടറിലെ 65 എന്ത് സബ്സ്ട്രാക്ട് ചെയ്തു? മുകളിലത്തെയും താഴത്തെയും ക്ലിയർ കവർ. അതാണ് 65 എന്നുള്ളത് സെന്റിമീറ്റർ ആണ്, അതുകൊണ്ടാണ് 25 mm സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. 2.5
മൈനസ് 2.5. രണ്ട് സൈഡിലെയും ക്ലിയർ കവർ. ഈ ഒരു ക്ലിയർ കവർ, ഈ ഒരു ക്ലിയർ കവർ. പിന്നെ ഈ ഗ്രീൻ ലൈനിൽ വരച്ചിരിക്കുന്നത് ബോട്ടത്തിലെ ബാർ ആണ്, മെയിൻ ബാറിന്റെ ഡയമീറ്റർ ആണ്. മെയിൻ ബാർ എന്ന് വെച്ചാൽ 25 mm ആണ് മെയിൻ ബാറിന്റെ ഡയമീറ്റർ. അപ്പൊ അതും നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം, 2.5. ഞാൻ മെയിൻ ബാറിന്റെ മുകളിൽ നിന്ന് ക്രാങ്ക്ഡ് ബാർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 15 mm കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് -1.5. പിന്നെ നമ്മൾ എന്താണ് ഈ സ്റ്റിറപ്സിന്റെ ഒരു സൈഡിലെ ഡയമീറ്ററും കൂടി നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും ആക്യുറസിറ്റി കിട്ടാനായിട്ട്. ഇസ് ഈക്വൽ ടു -1 ഇസ് ഈക്വൽ ടു. ഇപ്പം ക്ലിയർ ആയോ? മനസ്സിലായോ എല്ലാവർക്കും? സോ സ്മോൾ ഡിയുടെ ആൻസർ എത്ര വരും? 55. സ്മോൾ ഡി ആൻസർ 55. അപ്പൊ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടുമല്ലോ. 5.4 × 2 × 0.42 × d. 55 സെന്റിമീറ്റർ ആണ്, അതിനെ മില്ലിമീറ്ററിലേക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ 0.55 എത്ര വരും ലെങ്ത്? ക്രാങ്ക്ഡ് ബാസിന്റെ ലെങ്ത് 5.9, അത് 5.86 ആ റേഞ്ചിൽ വരും. എല്ലാവർക്കും കിട്ടിയോ? ഉം 5.862 കിട്ടിയത്. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ബാറിന്റെ ലെങ്ത് 5.862. നമുക്ക് എത്ര ബാർസ് ഉണ്ട്? 4 നമ്പർ ഓഫ് ബാർസ് ഉണ്ടെന്ന് ക്വസ്റ്റിന് പറയുന്നുണ്ട്. അപ്പൊ 5.862 × 4 ഇസ് ഈക്വൽ ടു 23.448. പിന്നെ ഈ 3.858 എന്താ? d²/162 ആണ്. 1 മീറ്റർ ലെങ്ത് ഉള്ള 25 mm ബാറിന്റെ വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് 3.858. ഇനി എന്ത് ചെയ്യുന്നു? ടോട്ടൽ വെയിറ്റ് കിട്ടാനായിട്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 23.448 × 3.858. അപ്പൊ 23.448 × 3.858 is equal to 90.462. അപ്പൊ ടോട്ടൽ വെയിറ്റ് ഓഫ് ക്രാങ്ക്ഡ് ബാർ കാൽക്കുലേറ്റ് ചെയ്തു. മനസ്സിലായോ എല്ലാവർക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം. ഇപ്പോ എപ്പോഴും റിപ്ലൈ ചെയ്യുന്ന ഒരേ ആൾക്കാർ മാത്രമാണ്. അപ്പം എല്ലാവർക്കും ഒരേ കണക്ക് ക്ലിയർ ആവണമെന്നില്ല. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇപ്പോൾ ഇതിനകത്ത് ചോദിച്ചില്ലെങ്കിലും അല്ലാണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാം. ഈ ഒരു പ്രോബ്ലം ഒക്കെ നമുക്ക് 20 മാർക്ക് അല്ലെങ്കിൽ 25 മാർക്കിനാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ തേർഡ് മോഡ്യൂളിലെ പ്രോബ്ലത്തിൽ നമുക്ക് ആ സ്റ്റെപ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി. പിന്നെ അത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഫുള്ള് കിട്ടും. അല്ലെങ്കിൽ ഒരു 90% ഓഫ് മാർക്കും നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കുറയ്ക്കത്തില്ല യൂണിവേഴ്സിറ്റി എക്സാമിന്. ടാബ്ലർ കോളം വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. ടാബ്ലർ കോളം വരയ്ക്കുന്നതിന് തന്നെ 5 മാർക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട് യൂണിവേഴ്സിറ്റി. കറക്റ്റായിട്ട് ടാബ്ലർ കോളം വരയ്ക്കുന്നതിന്. അതിനകത്ത് ഈ ചെറിയ മിസ്റ്റേക്സിനൊക്കെ വളരെ കുറച്ച് മാർക്ക് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യുള്ളൂ. മെത്തേഡ് കറക്റ്റ് ആയിരിക്കണം, സ്റ്റെപ്സ് കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേ കണക്ക് നാളെ നിങ്ങൾക്ക് ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്സ് അല്ലെങ്കിൽ എത്ര കിലോ റീഇൻഫോഴ്സ്മെന്റ് വേണം എന്നൊക്കെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് എസ്റ്റിമേഷൻ. പലരും ജോലിക്ക് കയറിയിട്ടാണ് ഈ സബ്ജക്ട് അറിയത്തില്ല എന്നും പറഞ്ഞൊക്കെ ഡൗട്ട് ചോദിക്കാൻ വരുന്നവരുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു? മെയിൻ ബാർ 25 mm കാൽക്കുലേറ്റ് ചെയ്തു. ക്രാങ്ക്ഡ് ബാർസ് 25 mm കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ആങ്കർ ബാർസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ എത്ര നമ്പർ ഓഫ് ആങ്കർ ബാർ ഉണ്ട് ക്വസ്റ്റ്യനിൽ? എത്ര നമ്പർ ഓഫ് ആങ്കർ ബാർസ് ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്? 2 നമ്പർ ഓഫ് ആങ്കർ ബാർസ്. ആങ്കർ ബാർസിന്റെ ഡയമീറ്ററും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാ? 16 mm ഡയമീറ്റേഴ്സ്.
ഇനി ആങ്കർ ബാറിന്റെ ലെങ്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ലെങ്ത് ഓഫ് ആങ്കർ ബാർ. So length of anchor bar. Span by spacing plus 1. നമ്പർ ഓഫ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനല്ല പറഞ്ഞത്, ലെങ്ത് ഓഫ് ബാർ. മറ്റേത് നമ്പർ ഓഫ് ബാറിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞത്. അപ്പോ ആങ്കർ ബാറിന്റെ ഇതിന്ന് 500 മൈനസ് കവർ 500 മൈനസ് കവർ എത്രയാ? 25. 25. അപ്പൊ 2.5 സെന്റിമീറ്റർ മൈനസ് 2.5. പിന്നെന്താ ചെയ്യേണ്ടത്? 2.5 സെന്റിമീറ്റർ മൈനസ് 2.5. പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? സോ നമുക്ക് ഏത് റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിലും അതിനകത്ത് എന്ത് വരും? ഹുക്സ് വരും. 9 ഇൻറ്റു ആങ്കർ ബാറിന്റെ ഡയമീറ്റർ 16 mm. ഇവിടെ നമ്മളെല്ലാം സെന്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് 1.6 is equal to എത്ര വരും? എല്ലാ ഡയമെൻഷൻസും സെന്റിമീറ്ററിൽ കൊടുത്തുകൊണ്ടാണ് ആങ്കർ ബാറിന്റെ ഡയമീറ്ററും സെന്റിമീറ്ററിൽ കൊടുത്തിരിക്കുന്നത് 1.6 എന്ന്. 5 to 3. എത്രയായിരുന്നു ആൻസർ പറഞ്ഞേ? 523.8 സെന്റിമീറ്റർ. 523.8 സെന്റിമീറ്റർ. അപ്പൊ 5.23 meters. 5.238 meters. ഇനി നമുക്ക് 2 numbers of bar ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് ആണ് അതൊക്കെ. അപ്പോ 2 numbers of bar. ഇപ്പൊ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് എന്ത് ചെയ്യണം? ടോട്ടൽ ലെങ്ത് multiple by 2 into 2. അപ്പൊ into 2 ചെയ്യുമ്പോൾ 10.46. ഇനി അടുത്ത എന്തായിരുന്നു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വെയിറ്റ്. 1 meter ലെങ്തിന്റെ വെയിറ്റ്. 1 meter ലെങ്തിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? d square by 162. d square by 162. d square by 162 ചെയ്യുമ്പോൾ 1 meter ലെങ്ത് കിട്ടും. അത്രയാണ് കിട്ടിയിരിക്കുന്നത്. 1.58 എന്നാ കിട്ടുന്നത്. അപ്പൊ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ടോട്ടൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? 10.46 into 1.58. 10.46 into 1.58 is equal to 16.526. 16.526. Okay. ഇത്രയും സാധനങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നമുക്ക് അടുത്ത എന്തായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സ്റ്റിറപ്സ്. ഇപ്പൊ സ്റ്റിറപ്സിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാമോ ആർക്കെങ്കിലും? സ്റ്റിറപ്സ് നമ്മൾ നേരത്തെ ചെയ്ത അതേ കണക്ക് തന്നെ ചെയ്യുന്നത്, വ്യത്യാസമൊന്നുമില്ല. സ്റ്റിറപ്സിന്റെ ലെങ്ത് സോൾവ് ചെയ്തിട്ട് ആൻസർ പറയാമോ? നേരത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത കണക്ക് തന്നെ ഇവിടെയും ചെയ്യണ്ടേ?
6.35 ആണ്. 6.35 മീറ്റേഴ്സോ? അല്ലല്ലോ Yes. സാധ്യത. അല്ലല്ല, ഒന്നുകൂടി ചെക്ക് ചെയ്യും. ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ട് നോക്കിക്കോ. സോ നമുക്ക് ദാണ്ടെ ഈ രണ്ട് സൈഡിലെയും ലെങ്ത് ആദ്യം എടുക്കാം. അപ്പോ ഇവിടെ നമുക്ക് എന്താ, ടോട്ടൽ ലെങ്ത് 30 സെന്റിമീറ്റേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ ടോട്ടൽ 30 സെന്റിമീറ്റർ ലെങ്തിലും ഇല്ല. 2 കൊടുക്കുകയാണ് മുകളിലത്തെയും താഴത്തെയും. 13 എന്ത് സബ്സ്ട്രാക്ട് ചെയ്യണം? രണ്ട് സൈഡിലെയും ക്ലിയർ കവർ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ക്ലിയർ കവർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു നമ്മൾ 13 എന്ന് വെച്ചാൽ സെന്റിമീറ്റർ ആണ്. അപ്പോൾ ക്ലിയർ കവറും സെന്റിമീറ്ററിലേക്ക് കൊടുത്തു 2.5. പിന്നെ എന്തും കൂടി സബ്സ്ട്രാക്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്, ഡയമീറ്ററും കൂടി സബ്സ്ട്രാക്ട് ചെയ്യും. അപ്പം 2 ഇൻറ്റു രണ്ട് സൈഡിലെയും ഡയമീറ്റർ, 2 ഇൻറ്റു ഡയമീറ്റർ ഓഫ് സ്റ്റിറപ്സ് എത്രയാണ്? 10 mm. അതിനെ സെന്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 1. ഇനി പ്ലസ് ഈ രണ്ട് സൈഡിലെയും ലെങ്ത് പ്ലസ് 2 ഇൻറ്റു ഈ ഹൈറ്റ് എത്രയാണ്? 65 സെന്റിമീറ്റർ ആണ്. 65 മൈനസ് ക്ലിയർ കവർ 2 ഇൻറ്റു 2.5 സെന്റിമീറ്റർ ആണ് രണ്ട് സൈഡിലെയും ക്ലിയർ കവർ, മൈനസ് 2 ഇൻറ്റു രണ്ട് സൈഡിലെയും ഡയമീറ്റർ ഓഫ് സ്റ്റിറപ്സ്. 10 mm ആണ്, സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 പ്ലസ് എന്തും കൂടെ ആഡ് ചെയ്യണം 24D. 24 ഇൻറ്റു ഡയമീറ്റർ ഓഫ് സ്റ്റിറപ്സ് 10 mm ആണ്. അപ്പോൾ 1 സെന്റിമീറ്റർ, 24 ഇൻറ്റു D, 24 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു എത്ര വരും? ലെങ്ത് ഓഫ് സ്റ്റിറപ്സ് എത്ര വരും നോക്കിയിട്ട് പറഞ്ഞേ. $1.86. മനസ്സിലായോ എങ്ങനെയാ സ്റ്റിറപ്സിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തതെന്ന്? എല്ലാവർക്കും എല്ലാ ക്വസ്റ്റിനകത്തും സ്റ്റിറപ്സ് ഉണ്ടാവും. നമുക്ക് സ്റ്റിറപ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ വരില്ല. സ്റ്റിറപ്സ്. ഇനി നമ്പർ ഓഫ് സ്റ്റിറപ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞേ. നമ്പർ ഓഫ് സ്റ്റിറപ്സ് എന്തായിരുന്നു? നമ്പർ ഓഫ് സ്റ്റിറപ്സ് കാൽക്കുലേറ്റ്, ഇതിന്റെ ആൻസർ 1.86. നമ്പർ ഓഫ് സ്റ്റിറപ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്പാൻ ഡിവൈഡഡ് ബൈ സ്പേസിംഗ്. പ്ലസ് 1. ഇതിനകത്ത് സ്പാൻ എത്രയാ? സ്പാൻ ലെങ്ത് എത്രയാ? ഹലോ, കേൾക്കുന്നില്ല ആരും? സ്പാൻ ലെങ്ത് സ്റ്റിറപ്സിന്റെ സ്പാൻ ലെങ്ത് എടുക്കുന്നത് എത്രയാണ്? 600 ആണോ 500 ആണോ? 600 ആണോ? ഒന്നും കൂടെ നോക്കിക്കേ എല്ലാവരും. നമ്മൾ സ്റ്റിറപ്സ് ദാണ്ടെ നമ്മുടെ കോളം വരച്ചിരിക്കുന്നതാണ് ഈ ഡോട്ടഡ് ലൈൻസിൽ. സോ നമ്മുടെ ബാസ് എങ്ങനെയാണ്? ആങ്കർ ബാറും ക്രാങ്ക്ഡ് ബാറുള്ള ഈ ലെങ്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ ലെങ്തിൽ തന്നെയല്ലേ സ്റ്റിറപ്സും വരുന്നത്. സ്റ്റിറപ്സ് എങ്ങനെയാ? അതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആ സർക്കിളായിട്ട് കിടക്കുന്നത്. സോ സ്പാൻ എത്ര വരുന്നത്?
500 ആണ്. അത് തെറ്റിക്കരുത്. അത് തെറ്റിച്ചാൽ സ്പാൻ എടുത്തേക്ക് തെറ്റിക്കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. അപ്പോ സ്പാൻ 500 ആണെന്ന് വെച്ചാൽ 500 മീറ്റർ ലെങ്തിലാണ് നമ്മൾ ആ സ്പാൻ ഓരോന്നും ഇങ്ങനെ 500 മീറ്റർ സ്പാനിലാണ് ആ സ്റ്റിറപ്സ് ഓരോന്നും അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സ്പാൻ 500 ഡിവൈഡഡ് ബൈ അതിന്റെ സ്പേസിങ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? സ്റ്റിറപ്സിന്റെ സ്പേസിങ് 15 സെന്റിമീറ്റർ ആണ് സ്പേസിങ് കൊടുത്തിരിക്കുന്നത്. അപ്പം 500 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 1 എത്ര വരും? 500 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 1 500 divided by 15 plus 1 34.3. 34.3. അപ്പോൾ 34.3 ആകുമ്പോൾ നമ്മൾ എത്ര നമ്പർ ഓഫ് സ്റ്റിറപ്സ് അസ്യൂം ചെയ്യണം? 34.3 എന്നൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ 35 നമ്പർ ഓഫ് സ്റ്റിറപ്സ്. തൊട്ടടുത്ത ഡിജിറ്റിലേക്ക് പോവാം. 35 സ്റ്റിറപ്സ് നമുക്ക് ഒരിക്കലും നമ്പേഴ്സ് ഒരിക്കലും ഡെസിമലിൽ പറയരുത്. അപ്പോൾ 35 നമ്പർ ഓഫ് സ്റ്റിറപ്സ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റിറപ്സ് കിട്ടി, ലെങ്ത് ഓഫ് സ്റ്റിറപ്സ് കിട്ടി. ഇനി അടുത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ടോട്ടൽ ലെങ്ത് എത്ര വരും? ടോട്ടൽ ലെങ്ത് ഓഫ് സ്റ്റിറപ്സ് 65.1 ആണ് ടോട്ടൽ ലെങ്ത് ഓഫ് സ്റ്റിറപ്സ്. 65.1. ഇനി വെയിറ്റ് എത്ര വരും? d square divided by 162. That means 10 square divided by 162. എത്ര വന്നേക്കുന്നത്? 0.617. ഇനി ടോട്ടൽ വെയിറ്റ് 40.166. ഇനി ഈ സ്റ്റിറപ്സിന്റെ ടോട്ടൽ വെയിറ്റ് 40.166 ആ കിട്ടിയിരിക്കുന്നത്. നമുക്ക് എത്ര പെർസെന്റേജ് വേസ്റ്റേജ് എടുക്കാന്ന ക്വസ്റ്റ്യനിൽ എത്ര പെർസെന്റേജ് വേസ്റ്റേജ് എടുക്കാനാ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് റീഇൻഫോഴ്സ് ബാർ ബെൻഡിങ് ഷെഡ്യൂളിനകത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്ന വേസ്റ്റേജ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും പറയത്തില്ല വേസ്റ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 5% വേസ്റ്റേജ് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോ സ്റ്റിറപ്സിന്റെ 5% വേസ്റ്റേജ് എന്ന് പറയുമ്പോൾ എത്ര വരും? ടോട്ടൽ എത്ര ആയിരിക്കും എടുക്കണ്ടേ? 40.166 ആണ് സ്റ്റിറപ്സിന് നമുക്ക് കിട്ടിയ ടോട്ടൽ വെയിറ്റ്. അപ്പൊ അതിന്റെ 5% കൂടി എക്സ്ട്രാ എടുക്കണം. അപ്പൊ 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 2 പോയിന്റ് സംതിങ് വരും. അപ്പൊ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി എടുക്കണം സ്റ്റിറപ്സ്? 5% വേസ്റ്റേജും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ടോട്ടൽ വെയിറ്റ് ഓഫ് 42.17 അല്ലെങ്കിൽ 42.16 എടുക്കണം. 42.17. ഓക്കെ, അപ്പൊ സ്റ്റിറപ്സ് നമ്മൾ എടുക്കേണ്ട ക്വാണ്ടിറ്റി 42.16 അല്ലെങ്കിൽ 42.17 ബൈ കൺസിഡറിങ് 5% വേസ്റ്റേജ്. ഇനി നമുക്ക് 25 mm ബാർ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 25 mm ബാർ സ്ട്രെയിറ്റ് ബാർസും ഉണ്ട്, ക്രാങ്ക്ഡ് ബാറും ഉണ്ട്. അപ്പൊ ടോട്ടൽ വെയിറ്റ് ഓഫ് 25 mm ബാർ എത്ര വരും എന്ന് പറഞ്ഞേ? ടോട്ടൽ വെയിറ്റ് ഓഫ് 25 mm ബാർ. നമ്മൾ ആ സ്ട്രെയിറ്റ് ബാറിനെയാണ് ബെൻഡ് ചെയ്ത് ക്രാങ്ക്ഡ് ബാർ ആക്കുന്നത്. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട 25 mm ബാറിന്റെ ടോട്ടൽ വെയിറ്റ് എത്ര എടുക്കണം? 173.792. ആ 173.792 എക്സാക്ട് അല്ല എടുക്കേണ്ടത്, അതിന്റെ കൂടെ 5% വേസ്റ്റേജും കൂടി എടുക്കണം. അപ്പോ 173.7ന്റെ 5% വേസ്റ്റേജ് എന്ന് പറയുമ്പോൾ എത്ര വരും? 5% വേസ്റ്റേജ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 182.48. 182.48 after adding 5% wastage. ഇനി ഒരു 16 mm ബാർ ഉണ്ട്. 16 mm ബാർ. അപ്പോൾ 16 mm ബാറിന്റെ അകത്ത് എത്രയായിരുന്നു ക്വാണ്ടിറ്റി കിട്ടിയെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ?
ആങ്കർ ബാറിന്റെ ക്വാണ്ടിറ്റി 16.526. 16.526. അപ്പോൾ അതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ആഫ്റ്റർ കൺസിഡറിങ് 5% വേസ്റ്റേജ് എത്ര വരും? After considering 5% wastage. $17.352. Okay. അപ്പൊ ഈ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയോ? സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ. നമ്മുടെ അടുത്ത ടോപ്പിക് ആണ് എസ്റ്റിമേഷൻ ഓഫ് എർത്ത് വർക്ക് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ. അപ്പോൾ റോഡ് കൺസ്ട്രക്ഷന്റെ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പഠിച്ചപ്പോൾ അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് പഠിച്ചായിരുന്നോ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ? ഇല്ല സർ. എംബാങ്ക്മെന്റ് എന്താന്ന് പഠിച്ചായിരുന്നോ? റോഡിൻ പഠിച്ചില്ല? കുഴപ്പമില്ല. അപ്പോ റോഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രൗണ്ട് സർഫസ് അല്ലെങ്കിൽ എർത്ത് സർഫസ് എപ്പോഴും ഒരു പ്രോപ്പർ ലെവൽഡ് സർഫസ് അല്ല. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എർത്തിനൊരു കർവേറ്റഡ് ഷേപ്പ് ആണുള്ളത്. ആ എർത്തിൽ എന്താണ് ചില സ്ഥലങ്ങളിൽ ഭയങ്കര സ്റ്റീപ്പ് സ്ലോപ്സ് ആണ്, ചിലയിടത്ത് ഹില്ലി ഏരിയാസ് ആണ്. അപ്പോ റോഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ലെവൽ സർഫസ് വേണം. അപ്പോ ആ ലെവൽ സർഫസ് കിട്ടാനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലെവൽ സർഫസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ റോഡിന്റെ ക്രോസ് സെക്ഷൻ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയല്ലേ റോഡിന്റെ ക്രോസ് സെക്ഷൻ വരുന്നത്? ഇതിന് പറയുന്ന പേരെന്തായിരുന്നു? ആർക്കും അറിയത്തില്ലയോ? ഇതിലൊരു പേരൊക്കെ പറയും. അത് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷനിൽ പഠിച്ചിട്ടും ഉണ്ടാവും. കാന്റ്. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. നമുക്ക് പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ റോഡിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ റോഡിന് വേണ്ടി സോയിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിലായിരിക്കും. ഇനി അതേ കണക്ക് നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും, ഹില്ലി ഏരിയാസ് ആയിരിക്കും. അപ്പൊ ഹില്ലി ഏരിയാസിൽ നമ്മൾ സോയിൽ റിമൂവ് ചെയ്യും. അവിടെ നമ്മളൊരു ട്രപ്പിസോയിഡൽ ഷേപ്പിലായിരിക്കും സോയിൽസ് റിമൂവ് ചെയ്യുന്നത് നമുക്ക് റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ട്? ഒരു റെക്ടാംഗിളും ഉണ്ട്, രണ്ട് സൈഡിൽ രണ്ട് ട്രയാംഗിളും ഉണ്ട്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷനിൽ പഠിക്കുന്ന അത്രയും ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. നമുക്കിവിടെ ഈ സോയിലിന്റെ ക്വാണ്ടിറ്റീസ് മാത്രം അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ഷൻ വേണ്ട ക്വാണ്ടിറ്റീസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നടുക്കൊരു റെക്ടാംഗിളും ഉണ്ടാവും, രണ്ട് സൈഡിൽ രണ്ട് ട്രയാംഗിൾസും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. രണ്ട് സൈഡിൽ രണ്ട് ട്രയാംഗിൾസ്, നടുക്കൊരു റെക്ടാംഗിൾ. ഇപ്പൊ നമ്മൾ ഹില്ലി ഏരിയാസിൽ സോയിൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ കൂടി രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ട്രയാംഗിളിന്റെ പോർഷൻ എടുക്കുക, ഇവിടെ ഒരു റെക്ടാംഗുലർ പോർഷൻ. അപ്പോ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി നമ്മൾ ഈ സൈഡിലുള്ള ട്രപ്പിസോയിഡിന്റെ സൈഡിലുള്ള സൈഡ് സ്ലോപ്സ്, ഇതിന്റെ ഡയമെൻഷൻ എന്നൊക്കെ ഒന്ന് പറയാം. ഇതിന്റെ ഈ നടുക്കുള്ള റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് ക്യാപിറ്റൽ ബി, ഈ ഡെപ്ത് സ്മോൾ ഡി. ഈ റെക്ടാംഗിളിന്റെ അതേ കണക്ക് തന്നെ ട്രയാംഗിളിന്റെയും ഡെപ്ത് സ്മോൾ ഡി. ഇനി ഈ ട്രയാംഗിളിന്റെ ബേസ് എസ് ഇൻറ്റു ഡി. ട്രയാംഗിളിന്റെ ബേസ് എസ് ഇൻറ്റു ഡി. അപ്പോൾ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് എസ് ഈസ് ടു 1.
S:1 എന്ന് പറയാൻ കാര്യം SD ഡിവൈഡഡ് ബൈ D ആണ് ആ സൈഡ് സ്ലോപ്പ്. അപ്പോൾ അതാണ് S/1 എന്ന് വരും. അതാണ് S:1 എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഇതിന് നമ്മൾ പറയുന്ന പേര് ബാങ്കിങ് എന്നാണ്. ബാങ്കിങ്. സോ ഇതിന് പറയുന്ന പേര് കട്ടിങ്. അപ്പോൾ ബാങ്കിങ്ങും കട്ടിങ്ങും. ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സോയില് ലെവല് ചെയ്ത് എടുക്കുവാണ്. ഇത് കണക്ക് ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിൽ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടി സോയിൽ ഡെപ്പോസിറ്റ് ചെയ്തെടുക്കുകയാണ് ബാങ്കിങ്. കട്ടിങ് എന്ന് പറയുമ്പോൾ ഹില്ലി ഏരിയാസിലൊക്കെ ആണെങ്കിൽ സോയിൽ റിമൂവ് ചെയ്ത് ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാണ് റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അതാണ് കട്ടിങ്. ബാങ്കിങ്ങും കട്ടിങ്ങും. അപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ആണെങ്കിൽ വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോളിയത്തിലായിരിക്കും. നമുക്ക് എന്തുമാത്രം സോയിൽ വേണം റോഡ് കൺസ്ട്രക്ഷന് വേണ്ടി, അല്ലെങ്കിൽ എന്തുമാത്രം മെറ്റീരിയൽസ് വേണം റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടെന്നുള്ളത് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോളിയത്തിലായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് ആണ് വോളിയം. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം നമ്മുടെ റോഡിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ ഷേപ്പ് ആണ്. ആ ട്രപ്പിസോയിഡിന് നമ്മൾ എന്താ ഡിവൈഡ് ചെയ്തു? നടുക്കൊരു റെക്ടാംഗിൾ ഡിവൈഡ് ചെയ്തു, രണ്ട് സൈഡിലും രണ്ട് ട്രയാംഗിളുമായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നടുക്കത്തെ റെക്ടാംഗിളിന്റെ ഏരിയ ആണ് ബേസ് ഇൻറ്റു ഡെപ്ത്. ആണ്ടേ നടുക്കത്തെ റെക്ടാംഗിളിന്റെ ഏരിയ ബി ഇൻറ്റു ബേസ് ഇൻറ്റു ഡെപ്ത്, ബി ഇൻറ്റു ഡി, നടുക്കത്തെ റെക്ടാംഗിളിന്റെ ഏരിയ. ഈ രണ്ട് സൈഡിലും രണ്ട് ട്രയാംഗിൾ ഉണ്ട്. ട്രയാംഗിളിന്റെ ഏരിയ എങ്ങനെയാണ് എടുക്കുന്നത്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് വാല്യൂ SD, ഹൈറ്റ് വാല്യൂ D. അപ്പോൾ രണ്ട് സൈഡിലുള്ളത് കൊണ്ട് എന്ത് ഇൻറ്റു 2 ചെയ്യും, ഇൻറ്റു 2. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 2 ഇൻറ്റു 1/2 ഇൻറ്റു SD ഇൻറ്റു D. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ BD പ്ലസ് SD സ്ക്വയർ. ഇപ്പൊ ക്വാണ്ടിറ്റി ഇതിപ്പോ ഒരു ക്രോസ് സെക്ഷൻ, ഒരു ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ റോഡിന്റെ ഫുൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു? ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു BD പ്ലസ് SD സ്ക്വയർ ഇൻറ്റു L. ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു BD പ്ലസ് SD സ്ക്വയർ ഇൻറ്റു L. അപ്പോൾ റോഡിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് BD പ്ലസ് SD സ്ക്വയർ ഇൻറ്റു L. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒന്നുകിൽ നമുക്ക് ബാങ്കിങ് ഉണ്ടാവും, ഇല്ലെങ്കിൽ കട്ടിങ് ഉണ്ടാവും. ബാങ്കിങ് ആൻഡ് കട്ടിങ്. സോ ഇനി നമുക്കൊരു 3 മെത്തേഡ്സ് ആണുള്ളത് റോഡിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ. സോ 3 മെത്തേഡ്സ്: മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ്, മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡ് ഓർ ആവറേജ് എൻഡ് ഏരിയ മെത്തേഡ്, ആൻഡ് തേർഡ് വൺ പ്രിസ്മോയിഡൽ ഫോർമുല മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡ്സ് ആണ് നമുക്ക് റോഡിന്റെ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. ഫസ്റ്റ് വൺ മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ്, സെക്കൻഡ് വൺ മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡ് ഓർ ആവറേജ് എൻഡ് ഏരിയ മെത്തേഡ്, തേർഡ് വൺ പ്രിസ്മോയിഡൽ ഫോർമുല മെത്തേഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റോഡിന്റെ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ റോഡിന്റെ എസ്റ്റിമേഷൻ അതിന്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം അത് നമുക്ക് 3 മെത്തേഡും ഓരോ പ്രോബ്ലം വെച്ച് ചെയ്താൽ മതി. എളുപ്പമാണ്. റോഡിന്റെ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ആകെപ്പാട് ഇത് ഓർത്തിരുന്നാൽ മതി. രണ്ട് ട്രയാംഗിളും ഉണ്ട്, ഒരു റെക്ടാംഗിളും ഉണ്ട്. അപ്പോൾ റെക്ടാംഗിളിന്റെ ഏരിയയും ട്രയാംഗിളിന്റെ ഏരിയയും തമ്മിൽ ആഡ് ചെയ്യുക. പിന്നെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് റോഡിന്റെ ലെങ്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ ബാങ്കിങ് ആയിരിക്കും, ഇല്ലെങ്കിൽ കട്ടിങ് ആയിരിക്കും. കട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹിൽ സ്ലോപ്സിൽ കൂടെ ഒക്കെ റോഡ് പോകുവാണെങ്കിൽ എന്ത് ചെയ്യും? സോയിൽ റിമൂവ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ കുന്നിൻ മുകളിലൊക്കെ റോഡ് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ ഇങ്ങനെ സോയിൽ റിമൂവ് ചെയ്തിട്ടാണ് റോഡ് കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതാണ് കട്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ആണ് നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. റോഡിന്റെ ലെവല് സാധാരണ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ അതാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ്ങും കട്ടിങ്ങും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അറ്റൻഡൻസ് എടുക്കുവാണേ.
നമ്പർ 39 ആബ്സെന്റ് ആണോ? നമ്പർ 39. 39 40 40. Number 61 61. Absent is number 39, 40 and 61. Number 30. 39 ഉണ്ടായിരുന്നു. 39 ആരാ? നിതീഷ്. ആരാ? നിതീഷ്. 14 61. 40 ഇപ്പം ഇടയ്ക്ക് ലെഫ്റ്റ് ആയി ജോയിൻ ആയി വന്നു. Sir, join ആയിട്ടുണ്ട്. ലാസ്റ്റ് എടുത്തോണ്ടെന്നപ്പോഴാ ലെഫ്റ്റ് ആയി പോയത്. നിതിനോ? ആ നിതിൻ. 61 ആരാ? 61 അറിഞ്ഞൂടാ സാർ. ആർക്കും അറിയത്തില്ല 61 ആരാന്ന്. രജോയുടെ അടുത്ത നമ്പർ ആരാ? രജോ സാർ അത് വർഷ പൊന്നച്ചനാണ്. വർഷ ഉണ്ടല്ലോ 62. 61 ആരാന്നാ ചോദിച്ചേ? വർഷ പൊന്നച്ചനാണ് സാർ. ഓ 2 വർഷം ഉണ്ടോ നിങ്ങളുടെ ക്ലാസ്സില്? ഉണ്ട് സാർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായോ? ഒരു ഡൗട്ടും ഇല്ല. ഇനി നമുക്ക് തേർഡ് മൊഡ്യൂൾ 1-2 ടോപ്പിക്സും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് സ്റ്റേ ബാക്ക് ചെയ്ത് ചോദിക്കാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. താങ്ക് യു ആൻഡ് സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു സർ. സാർ പിന്നെ ഈ ഹോൾഡർ ബാർ ഇല്ലേ, ഹോൾഡർ ബാർ ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നില്ലെങ്കിൽ നമ്മൾ അതിന്റെ ആങ്കർ ബാർ ആണോ ഉദ്ദേശിക്കുന്നത്? അതെ, നമ്മുടെ മേളില് മേളിലുള്ള ബാർ. പറഞ്ഞോ. അപ്പൊ അത് നമ്മളിപ്പോ ക്വസ്റ്റ്യനിൽ തന്നില്ലെങ്കിൽ അതിന്റെ ചെയ്യണ്ടല്ലോ, ജസ്റ്റ് ക്വസ്റ്റ്യന് എന്താണ് തന്നിരിക്കുന്നത് വെച്ച് ചെയ്താൽ പോയി. ക്വസ്റ്റ്യനകത്ത് ആങ്കർ ബാർ ഉണ്ടാവും. സ്റ്റിറപ്സ് ഉണ്ടെങ്കിൽ ആങ്കർ ബാർ എന്തായാലും തരും. ഓക്കെ സാർ, അതായത് ശരി. ഓക്കെ.